നമസ്കാരം. ഹീലർ ഒരുപാട് പേർക്ക് അറിയാത്തൊരു മേഖലയാണ്. ഇപ്പം എന്നോട് തന്നെ എന്താണ് പ്രൊഫഷൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹീലിങ്സ് എന്ന് പറയും. അപ്പോൾ ഒന്നും കൂടി എടുത്തു ചോദിക്കും എന്താ. അപ്പോൾ ഇത് വീണ്ടും എടുത്ത് പറയേണ്ട സാഹചര്യങ്ങളുണ്ട്. സോ ഞാൻ ഇന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ആരാണ് ഹീലർ, എന്താണ് ഹീലിങ്സ്. ഡോക്ടേഴ്സിനെ എല്ലാവർക്കും അറിയാം, സൈക്കോളജിസ്റ്റുകളെ എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾക്ക് ശരിക്കും 3 തരത്തിലാണ് അസുഖങ്ങൾ വരുന്നത്. ഞാൻ ഒരു സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അസുഖങ്ങൾ വരുന്നത്, അത് അസുഖം എന്ന് പറഞ്ഞാൽ അല്ല, ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫിറ്റ് ആവുക അല്ലേ. അത് ഏതൊക്കെ ഏരിയാസിൽ നമ്മൾ ഫിസിക്കലി, മെൻ്റൽ, ഇമോഷണൽ, ഫിനാൻഷ്യൽ, റിലേഷൻഷിപ്പ് എല്ലാത്തിലും നമുക്ക് ഒരു സംതൃപ്തി ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിലാണ് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൽ വരുന്ന എല്ലാ ബ്ലോക്കേജസും അനാരോഗ്യമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിന് പ്രോബ്ലം ഉണ്ട്, ബാക്കിയുള്ള ഏരിയ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞാലും ആരോഗ്യമാണോ? അല്ല, അനാരോഗ്യ അവസ്ഥ തന്നെയാണ്. അപ്പം ഇവിടെ നമ്മൾക്ക് എങ്ങനെ എനർജറ്റിക്കലി നമ്മൾക്ക് മാറ്റങ്ങൾ വരുത്താം എന്നാണ് ഒരു ഹീലർ ചെയ്യുന്നത്. അതിപ്പോൾ ഫിസിക്കൽ ആയിക്കോട്ടെ, മെൻ്റലി ആയിക്കോട്ടെ, ഇമോഷണലി ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, ഏത് ഏരിയയിലാണെങ്കിലും ഒരു ഹീലറിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്കൊരു അസുഖം വരുമ്പോൾ നോർമലി നമ്മൾ പോകുന്നത് ഡോക്ടേഴ്സിൻ്റെ അടുത്തല്ലേ. പക്ഷേ ചില അസുഖങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാറി ഹീലേഴ്സിൻ്റെ അടുത്ത് വരും. അതെന്തുകൊണ്ടാണ്? എല്ലാം കഴിയുമ്പോഴാണ് ഒരു ഹീലറിൻ്റെ അടുത്ത് അസുഖവുമായിട്ട് വരിക. ഇതെല്ലാം ട്രൈ ചെയ്തു, ഇനി ഇതും കൂടി ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു ഹീലറിൻ്റെ അടുത്ത് വരിക. ആക്ച്വലി നമ്മൾക്ക് ഫിസിക്കലി, അതായത് നമുക്കൊരു ഒരു പനിയോ ജലദോഷമോ ക്യാൻസറോ എന്തോ ആയിക്കോട്ടെ, നമ്മൾക്ക് ഈ ഒരു അസുഖം ബാധിച്ചാൽ നമ്മൾക്ക് മരുന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സകളുണ്ട്. ഒരു മരുന്ന് കുഴിച്ച് കെമിക്കൽ ആക്ഷൻസ് കൊണ്ട് നമ്മൾക്ക് ബോഡിയിൽ ആ മാറ്റം വരുത്താം. 2, നമ്മൾക്കൊരു ഓരയുണ്ട്, ഒരു എനർജറ്റിക് ഫീൽഡ് ഉണ്ട്, അതിൽ വരുന്ന പ്രോബ്ലംസ് നമ്മളെ ബാധിക്കും. ഈ എനർജറ്റിക്കലി വരുന്ന പ്രോബ്ലംസിനെയാണ് ഒരു ഹീലർ ഹീൽ ചെയ്യുന്നത്. വ്യക്തമാവുന്നുണ്ടല്ലോ അല്ലേ. ഈ എനർജറ്റിക്കലി വരുന്ന പ്രോബ്ലംസിനെ ഒരു ഹീലർ ഹീല് ചെയ്യുന്നു. അതിന് പല മൊഡാലിറ്റീസ് ഉണ്ട്, പല തരത്തിലുള്ള ഹീലിങ്സും ഉണ്ട്. ആൻഡ് ഇനി മൂന്നാമത് വരുന്ന ഒരു മേഖലയാണ് കാർമിക് തരത്തിലുള്ള കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന അസുഖങ്ങൾ. അതിനെയും ഒരു പരിധി ഒരു ഹീലറിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ കാര്യങ്ങൾ അത് അവർ തന്നെ ഇൻവൈറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ ഒരു ഹെൽപ്പോടെ കൂടെ തന്നെയും അതിൽ നിന്ന് റിലീസ് ആവാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ കർമ്മ എന്ന് പറയുന്നത്, ഞാൻ അതിലോട്ടൊന്ന് കടന്നോട്ടെ. കർമ്മ എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച് സഫർ ചെയ്ത് തീരേണ്ട കാര്യമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ 50% മാത്രമേ ഉള്ളൂ. ബാക്കി 50% യു ഹാവ് ഓപ്ഷൻ. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിന്ന് റിലീസ് ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എങ്ങനെ അതിൽ നിന്ന് നിങ്ങൾ ഓപ്ഷൻസ് ചൂസ് ചെയ്ത് റിലീസ് ആവും? അവിടാണ് ഒരു കോച്ചിൻ്റെ ആവശ്യം, ഒരു സ്പിരിച്വൽ കോച്ചിൻ്റെ ആവശ്യം അവിടെയാണ് വരുന്നത്. ബിക്കോസ് നമ്മൾ ഈ ലൈഫിൽ വന്നേക്കുന്നത് ഒരുപാട് ലെസൺസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഈ ലെസൺസ് എന്താണ് എന്നുള്ളത് അത് നിങ്ങൾക്കാണ് അറിയുന്നത്. ബിക്കോസ് ഇപ്പോൾ നിങ്ങൾക്ക് നിരന്തരമായിട്ടൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ, നിരന്തരമായി ഫിനാൻഷ്യൽ ഇഷ്യൂ, നിരന്തരമായി ആളുകൾ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പലതരത്തിലുള്ള ലെസൺസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ആ ലെസൺസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഹീല് ചെയ്ത് അവിടെ നിന്ന് വളർന്ന് നമ്മൾ ഇവോൾവ് ആവുമ്പോഴാണ് ആക്ച്വലി നമ്മളുടെ ആ ഒരു സോൾ തലത്തിൽ നമ്മൾക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് നമ്മൾ അനാരോഗ്യമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഇനി എടുത്തു പറയണം എന്നുണ്ടെങ്കിൽ, ഒരസുഖം നിങ്ങളുടെ മുന്നിൽ വന്നു, അത് നമുക്ക് ഇമോഷണൽ തലത്തിൽ, അത് ഇമോഷണൽ തലത്തിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യാൻസറിനെ തന്നെ എടുക്കാം. ഫൊർഗീവ്നെസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ എടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് എവിടേക്കോ ആരുടെടുത്തേക്കോ ഫൊർഗീവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. ആൻഡ് ഇപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ഫൊർഗീവ്നെസ്സിനെ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ചില ആളുകൾ പെട്ടെന്ന് അതിനെ ക്യാച്ച് ചെയ്യും. ഓക്കെ, എനിക്കത് പറ്റും. പക്ഷെ ചിലർക്ക് അത് ഒട്ടും പറ്റില്ല. എങ്ങനെ എനിക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റും? എന്നോട് ഇത്രയും കാര്യങ്ങൾ, എനിക്ക് ഇത്രയും ട്രോമാസ് തന്നിട്ടുള്ള ആളല്ലേ, അല്ലെ എനിക്ക് നിരന്തരമായി എന്നെ പറ്റിച്ചുകൊണ്ടിരുന്ന ആളല്ലേ, എങ്ങനെ എനിക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റും? ആക്ച്വലി ആ ലെസൺ അവർ പഠിക്കുന്നത് വരെയും അവർക്ക് അതിൽ നിന്ന് റിലീസ് ആവാൻ പറ്റില്ല. ഇതെല്ലാവരെ കൊണ്ട് സാധ്യമാവുന്ന കാര്യവുമല്ല. സോ അതുകൊണ്ടാണ് നമ്മൾക്കൊരു ഹീലറിന് എല്ലാം പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഹീലറിനും എല്ലാ കാര്യങ്ങളും പോസിബിൾ അല്ല.
കാരണം ഇവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് ഇവർ എത്രയും പെട്ടെന്ന് ഇവരുടെ ലെസൺസ് ലേൺ ചെയ്യുന്നുണ്ടോ അത്രയും പെട്ടെന്ന് ഇവർക്ക് ഇവരുടെ സഫറിങ്സിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. സോ എങ്ങനെയാണോ കെമിക്കലി നമ്മളുടെ ബോഡിയിൽ ആക്ഷൻസ് നടക്കുന്നത് അതിനെക്കാട്ടി ഫാസ്റ്ററായിട്ട് നമ്മൾക്ക് എനർജറ്റിക്കലി കാര്യങ്ങൾ നടക്കും. പക്ഷേ വിത്ത് ദെയർ ഇൻവോൾവ്മെൻറ്റ് അവരുടെ സഹകരണം വേണം. ആൻഡ് അവർ ഈ ഹീലിങ്സിനെ റിസീവ് ചെയ്യാനുള്ളൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റും അവർക്ക് ഉണ്ടാവണം. സോ ഒരു വീട്ടിൽ ഒരു ഡോക്ടർ എന്ന് മുന്നേ പറയുന്നത് പോലെ ഞാൻ എപ്പോഴും പറയും, ഒരു വീട്ടിലൊരു ഹീലർ അത്യാവശ്യമാണ്. ഒരു വീട്ടിൽ ഒരു ഹീലർ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ കുടുംബത്തിലും ആ അയൽക്കാർക്കും ഒക്കെയും അത് ഉപകാരമായി തന്നെ മാറും. ഡിഫറെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട്, പല തരത്തിലുള്ള ഹീലിംഗ് മൊഡാലിറ്റീസ് നമുക്ക് പഠിക്കാൻ. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും കണക്ട് ചെയ്ത് വരിക. ഇത് എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് പഠിച്ചിരിക്കുകയാണെങ്കിൽ ഇനി വരുന്ന കാലത്തിൽ തീർച്ചയായിട്ടും ഡോക്ടേഴ്സിന് മുകളിലായിട്ട് ഹീലേഴ്സ് തന്നെ ഉണ്ടാവും. ബിക്കോസ് ഹീലേഴ്സ് ഹീൽ ചെയ്യുന്നത് അതിൻ്റെ റൂട്ട് നിന്നാണ്, ഇമോഷണൽ തലത്തിൽ നിന്ന് ആൻഡ് സ്പിരിച്വൽ തലത്തിൽ നിന്നാണ് ആ ഒരു ഹീലിംഗ്. ഫിസിക്കലും ഇമോഷണലും ആ ഒരു സ്പിരിച്വൽ ലെവലിൽ നിന്നാണ് ആ ഹീലിങ്സ് വർക്ക് ആവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഹീലേഴ്സ് ഇവിടെ വളർന്നു വരും. ആൻഡ് നമുക്ക് ഒരുപാട് മൊഡാലിറ്റീസും അവൈലബിൾ ആണ്. ഇപ്പം ആത്മസൗഖ്യയിൽ തന്നെ ആണെങ്കിലും ഒത്തിരി കോഴ്സസ് നടക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നത് നിങ്ങളത് പഠിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു അറിവിലോട്ട് വരികയാണെങ്കിൽ, ഇത് നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ ഒരു MBBS അല്ലെങ്കിൽ BDS എന്തോ ആണെങ്കിലും ഇതൊക്കെ നമ്മൾക്ക് ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കാം, ഇത് പഠിക്കൂ എന്ന് പറഞ്ഞ് പഠിക്കാം. പക്ഷേ ഇതൊക്കെ വന്നു ചേരുന്ന കാര്യങ്ങളാണ്. പക്ഷെ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെ പോസിബിൾ ആണ് എന്നുള്ളത് അതെനിക്ക് പറഞ്ഞു തരാനുള്ളൊരു റെസ്പോൺസിബിലിറ്റീൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നു. ആൻഡ് ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. എനർജറ്റിക് ഫീൽഡിൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഇതിലേതെങ്കിലുമൊക്കെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ പഠിക്കട്ടെ. ഇനി വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ സ്പിരിച്വലി അവെയ്ക്കൻ ആകും. അത് എർത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒരുപാട് ഹീലേഴ്സ് ഇവിടെ ഉണ്ടാവും. ആൻഡ് അപ്പോൾ ഇതാണ് ഒരു ഹീലർ ചെയ്യുന്നത്. വളരെ ഡിവൈൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഹീലേഴ്സ് ചെയ്യുന്ന കാര്യം. ആൻഡ് നിങ്ങളെല്ലാവരും ഒരു ഹീലറായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. എന്തെങ്കിലും തരത്തിലുള്ള കമൻസും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കാം. ഇതിൽ കമൻസ് ആയിട്ടും ഇടാം. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹീലിങ്സ് ആവശ്യമായിട്ടുണ്ടെങ്കിലും ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആവശ്യമായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.